പട്ടിണിയെ ആയുധമാക്കുന്ന യുദ്ധതന്ത്രം ശക്തമാണിന്ന്. ഗാസയിൽ മാത്രമല്ല, ലോകത്ത് 30ഓളം രാജ്യങ്ങളിൽ ദശലക്ഷക്കണക്കിന് ആളുകൾ അതിദാരിദ്ര്യത്തിലാണെന്ന് ഐക്യരാഷ്ട്രസഭ തന്നെ പറയുന്നു. ലോകത്തെ പട്ടിണിക്കാരിൽ 70% കഴിയുന്നത് യുദ്ധമേഖലകളിലോ സംഘർഷബാധിത പ്രദേശങ്ങളിലോ ആണെന്ന് ഇന്റഗ്രേറ്റഡ് ഫുഡ് സെക്യൂരിറ്റി ഫേസ് ക്ലാസിഫിക്കേഷന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ പട്ടിണി അനുഭവിക്കുന്നത് ആഭ്യന്തര സംഘർഷം ശക്തമായ ആഫ്രിക്കൻ രാജ്യമായ ദക്ഷിണ സുഡാനിലാണ്. പട്ടിണിയെ ആയുധമാക്കുന്ന മനുഷ്യത്വരഹിതമായ യുദ്ധതന്ത്രത്തെക്കുറിച്ച് വിവരിക്കുന്നതാണ് ലോകം പോയ വാരത്തിലെ ആദ്യ വാർത്ത. പട്ടിണിയെ ശത്രുരാജ്യത്തിനെതിരെയോ അവിടുത്തെ ജനവിഭാഗത്തിനെതിരെയോ ആയുധമായി പ്രയോഗിക്കുന്നത് ആധുനിക കാലത്തും തുടരുന്നു. രണ്ടാം ലോക യുദ്ധകാലത്ത് നാസി ഭരണത്തിന്റെ മറ്റൊരു ക്രൂരതയായിരുന്നു പട്ടിണിക്കൊല. അഡോൾഫ് ഹിറ്റ്ലറുടെ മരണമുറികളായ ഗ്യാസ് ചേമ്പറുകളേക്കാൾ അതിഭീകരമായിരുന്നു അന്നം കൊടുക്കാതെ ജൂതരെയും മറ്റും ഇഞ്ചിഞ്ചായി കൊന്നുതള്ളിയത്. ഹിറ്റ്ലറുടെ ജൂത ഉന്മൂലനത്തിൽ പ്രധാന ആയുധമായിരുന്നു ഭക്ഷണ നിഷേധം. കുപ്രസിദ്ധമായ ഹങ്കർ പ്ലാനിലൂടെ 42 ദശലക്ഷം സോവിയറ്റ് പൗരന്മാരുടെ ജീവനാണ് പട്ടിണിക്കിട്ട് കൊന്നത്. ദശലക്ഷക്കണക്കിന് പോളണ്ടുകാരും യുക്രൈൻകാരും വിശന്നു മരിക്കുന്നത് നാസി ഭീകരത നോക്കി നിന്ന് രസിച്ചു. ഭക്ഷണ നിഷേധം ഒരായുധമാണെന്ന് നാസികൾ മനസ്സിലാക്കിയത് അമേരിക്കക്കാരിൽ നിന്നാണെന്നും വ്യാഖ്യാനമുണ്ട്. 19-ാം നൂറ്റാണ്ടിൽ തദ്ദേശ ജനങ്ങളെ റിസർവ് പ്രദേശങ്ങളിലേക്ക് നിർബന്ധപൂർവ്വം മാറ്റിയത് ഭക്ഷണ നിഷേധത്തിലൂടെയായിരുന്നു. രണ്ടാം ലോക യുദ്ധകാലത്ത് ചില ആഫ്രിക്കൻ രാജ്യങ്ങൾ തമ്മിൽ നടന്ന യുദ്ധത്തിലും പട്ടിണി ഇരുതല മൂർച്ചയുള്ള ആയുധമായിരുന്നു. ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ കാർഷിക സംഘടന അഥവാ FAOയുടെ കണക്കനുസരിച്ച് 850 ദശലക്ഷം ജനങ്ങൾ വിശന്നു പൊരിയുന്ന വയറോടെയാണ് രാത്രി കിടക്കാൻ പോകുന്നത്. ഇത് ലോക ജനസംഖ്യയുടെ 10% വരും. പട്ടിണിക്കിരയാകുന്നവരിൽ 2/3 ഭാഗവും സ്ത്രീകളാണെന്നും FAO പറയുന്നു. ഗാസയിലെ ജനങ്ങളുടെ പട്ടിണിയും അതിനെ തുടർന്നുള്ള മരണങ്ങളുമാണ് നമ്മുടെ സമൂഹം ഏറെയും ചർച്ച ചെയ്യുന്നത്. സമാനതകളില്ലാത്ത ഭക്ഷണക്ഷാമമാണ് ഗാസയിലെ ജനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുവെന്നത് യാഥാർത്ഥ്യം തന്നെ. യൂറോപ്യന്മാരും മറ്റും പട്ടിണിക്കിട്ട് കൊന്നവരുടെ പിൻതലമുറക്കാരാണ് ഗാസയിലെ വിശപ്പിനു കാരണമെന്നത് മറ്റൊരു ക്രൂരത. പോഷകാഹാരക്കുറവ് കൊണ്ട് ഗാസയിലെ കുട്ടികളുടെ ശോഷിച്ച ശരീരത്തിന്റെ ചിത്രങ്ങൾ ഒരു പ്രാവശ്യത്തിനപ്പുറം നോക്കാൻ കഴിയുകയുമില്ല. എന്നാൽ ഗാസയിലേതിനേക്കാൾ ഭീകരമായ പട്ടിണി നേരിടുന്ന മറ്റനേകം രാജ്യങ്ങളെയും അവിടുത്തെ ദുരന്ത ജീവിതങ്ങളെയും നമ്മൾ കാണാതെ പോകുന്നു. വേൾഡ് ഫുഡ് പ്രോഗ്രാമിന്റെ ഹങ്കർ ഹോട്ട്സ്പോട്ടുകളുടെ റിപ്പോർട്ട് പ്രകാരം 22 രാജ്യങ്ങളിലെ 30 ദശലക്ഷത്തിലേറെ ജനങ്ങൾക്ക് ഒരു നേരം പോലും മാന്യമായ ആഹാരം കിട്ടുന്നില്ല. ഇതിൽ ഭൂരിപക്ഷവും മനുഷ്യനിർമ്മിത പട്ടിണിയെന്നാണ് പഠന റിപ്പോർട്ടുകളെല്ലാം വ്യക്തമാക്കുന്നത്. പട്ടിണി തിന്ന് അല്പജീവൻ പിടിച്ചു നിർത്തുന്നതിൽ ലോകത്ത് ഏറ്റവും മുന്നിൽ ദക്ഷിണ സുഡാനിലെ ജനങ്ങളാണ്. ഗാസയിലെ ജനങ്ങളെക്കാൾ കൂടുതൽ ഭക്ഷണക്ഷാമം നേരിടുന്ന ജനവിഭാഗമാണ് ദക്ഷിണ സുഡാനിലേത്. 2023 ഏപ്രിൽ മുതൽ ആഭ്യന്തര യുദ്ധം നടക്കുന്ന ഉത്തര ആഫ്രിക്കൻ രാജ്യമായ സുഡാനിലെ ജനം ഭക്ഷ്യവസ്തുക്കൾ കിട്ടാനില്ലാതായതോടെ കളകളും കാട്ടുചെടികളും ഉപ്പുചേർത്ത് പുഴുങ്ങി ആഹാരമാക്കുകയാണെന്ന് വാർത്താ ഏജൻസിയായ അസോസിയേറ്റ് പ്രസ് അടുത്തിടെ റിപ്പോർട്ട് ചെയ്തിരുന്നു. സുഡാനിൽ 2.46 കോടി പേർ കടുത്ത ഭക്ഷ്യദാരിദ്ര്യം നേരിടുന്നുവെന്നതാണ് ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട്. സുഡാൻ ജനസംഖ്യയുടെ പകുതിയോളം വരും ഇത്. ദിവസം ഒരു നേരം മാത്രമാണ് മിക്കവർക്കും ആഹാരം കഴിക്കാനാകുന്നത്. അതും ധാന്യം കൊണ്ടുള്ള കുറുക്കു മാത്രമാണെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഒരു കാലത്ത് ആഫ്രിക്കയുടെ റൊട്ടി ഉൽപാദന രാജ്യമെന്ന് പെരുമയുണ്ടായിരുന്ന സുഡാനിലെ ജനങ്ങൾ ഇന്ന് ഒരു നേരത്തെ ആഹാരത്തിനായി ലോകത്തിനു മുന്നിൽ ഭിക്ഷാപാത്രം നീട്ടുന്ന ചിത്രം ദയനീയമാണ്. ഈ ദുരന്ത ചിത്രം ആരും ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നത് മനുഷ്യാവകാശത്തിന്റെ ഇരട്ടത്താപ്പാണ്. ലോകത്ത് അതിഗുരുതരമായ ഭക്ഷ്യക്ഷാമം അനുഭവിക്കുന്ന ഏക രാജ്യമാണ് സുഡാനെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ പിന്തുണയുള്ള ഇന്റഗ്രേറ്റഡ് ഫുഡ് സെക്യൂരിറ്റി ഫേസ് ക്ലാസിഫിക്കേഷൻ അഥവാ IPCയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. അധികാര വടംവലിയുടെ ഭാഗമായി സുഡാന്റെ ഔദ്യോഗിക സൈന്യവും അർദ്ധസൈന്യവുമായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സും തമ്മിലാണ് ആഭ്യന്തര യുദ്ധം. രാജ്യത്തെ 2 സൈനിക വിഭാഗങ്ങൾ തമ്മിൽ നടന്നുവരുന്ന യുദ്ധം സുഡാനെ ലോകത്തെ ഏറ്റവും വലിയ മാനുഷിക ദുരന്തത്തിലെത്തിച്ചു. അതിരൂക്ഷക്ഷാമത്തിന്റെ പിടിയിൽപ്പെട്ട പടിഞ്ഞാറൻ ഡാർഫറിൽ നിരവധി ജനങ്ങളാണ് പട്ടിണി മൂലം മരിച്ചു വീഴുന്നത്. സമീപകാലത്തൊന്നും ലോകം കാണാത്ത മനുഷ്യ ദുരന്തമായിരിക്കും സുഡാനിൽ സംഭവിക്കാൻ പോകുന്നതെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ മുന്നറിയിപ്പ്. സുഡാനിൽ ജീവിക്കാനാകാത്ത സാഹചര്യം വന്നതോടെ സുഡാനേക്കാൾ ആഭ്യന്തര സുരക്ഷ കുറഞ്ഞ ചില അയൽ രാജ്യങ്ങളിലേക്ക് സുഡാനികൾക്ക് പലായനം ചെയ്യേണ്ടി വന്നു. ആഭ്യന്തര യുദ്ധം കാരണം വിശപ്പിന്റെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സുഡാനിലെ 90% ആളുകളിലേക്കും സഹായം എത്തിക്കാൻ കഴിയുന്നില്ലെന്ന് ഐക്യരാഷ്ട്രസഭാ ഏജൻസി പറയുന്നു.
സുഡാനിലെ വലിയ അഭയാർത്ഥി ക്യാമ്പുകളിൽ ഒന്നായ എൽ ഫാഷർ സ്ഥിതി അതീവ ഗുരുതരമാണ്. 100 കണക്കിന് ആളുകളാണ് ഇവിടെ മരിച്ചു വീഴുന്നത്. മാത്രവുമല്ല, വിശന്നുവെന്ത വയറുമായിരിക്കുന്ന സ്ത്രീകൾ അതിക്രൂരമായ ബലാത്സംഗത്തിനും ഇരയാകുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നിരവധി തവണ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ 1980കളിലെ ക്ഷാമം പടർന്നു പിടിച്ചപ്പോൾ മുതലാണ് ലോകത്തെ ഭക്ഷ്യ അരക്ഷിതാവസ്ഥ അളക്കാനുള്ള സംവിധാനം രൂപം കൊണ്ടത്. US ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് ആണ് അതിന് രൂപം നൽകിയത്. ഈ സംഘടനയെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പണം ചുരുക്കലിന്റെ പേരിൽ അടുത്തിടെ പൂട്ടിക്കെട്ടി. 1985 വിദഗ്ധർ ഉൾപ്പെട്ട സംഘമായ ഫാമിൻ ഏർലി വാർണിംഗ് സിസ്റ്റംസ് നെറ്റ്വർക്ക് അഥവാ ഫ്യൂസ്നെറ്റ് രൂപം കൊണ്ടു. 2004 സൊമാലിയ പട്ടിണിയുടെ പിടിയിലായപ്പോൾ ഫ്യൂസ്നെറ്റും അതിന്റെ അന്താരാഷ്ട്ര പങ്കാളികളും ചേർന്ന് IPC ഉണ്ടാക്കി. IPC ആണ് ഇന്ന് ഈ രംഗത്തെ ഏറ്റവും ആധികാരികവും ശാസ്ത്രീയവുമായ പഠനം നടത്തുന്നത്. 5 ഘട്ടങ്ങളെ ആശ്രയിച്ചാണ് IPC ലോകമെങ്ങും പട്ടിണി അളക്കുന്നത്. ദക്ഷിണ സുഡാൻ, ബുർക്കിന ഫാസോ, മാലി എന്നീ 3 രാജ്യങ്ങളിലായി ലക്ഷക്കണക്കിന് ആളുകളാണ് അതികഠിനമായ ക്ഷാമം നേരിടുന്നത്. ഇതിന് കാരണം പട്ടിണിയെ ആയുധമാക്കിയതാണ്. 2025 ജൂലൈ 4 വരെ കിഴക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലായി ഭക്ഷ്യക്ഷാമം കാരണം 1.5 ലക്ഷത്തോളം ജനങ്ങൾ കൊല്ലപ്പെടുകയും 12 ദശലക്ഷം ജനങ്ങൾ പലായനം ചെയ്തുവെന്നും BBC-യുടെ റിപ്പോർട്ടിൽ പറയുന്നു. ലോകത്തെ പട്ടിണിക്കാരിൽ 70% കഴിയുന്നത് യുദ്ധമേഖലകളിലോ സംഘർഷബാധിത പ്രദേശങ്ങളിലോ ആണെന്ന് ലോക ഭക്ഷ്യ പദ്ധതി സംഘടനകൾ വ്യക്തമാക്കുന്നു. അതിൽ യമനും സിറിയയും പാകിസ്ഥാനും ഏതോപ്യയും തുടങ്ങി 30-ലേറെ രാജ്യങ്ങളുണ്ട്. ഇവിടെയെല്ലാം പട്ടിണി ആയുധമാക്കുന്നത് എതിർചേരികളോ ശത്രു രാജ്യങ്ങളോ ആയിരിക്കും. അപൂർവമാണ് കാലാവസ്ഥാ വ്യതിയാനം ഭക്ഷ്യക്ഷാമം സൃഷ്ടിക്കുന്നത്. സുഡാനിൽ വൻ എണ്ണശേഖരമുണ്ടെങ്കിൽ പോലും അതിദരിദ്രർ അധിവസിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിലാണ് രാജ്യത്തിന്റെ സ്ഥാനം. വയറുന്തി എല്ലും തോലുമായ കുഞ്ഞുങ്ങളാണ് സുഡാന്റെ ആധുനിക കാല പ്രതിബിംബം. സുഡാന് ഇപ്പോൾ ലഭ്യമാക്കേണ്ടത് അടിയന്തരമായ അന്താരാഷ്ട്ര സഹായങ്ങളാണ്. ജനങ്ങൾക്ക് ഭക്ഷണം വേണം, മരുന്നു വേണം, പോഷകാഹാരക്കുറവിൽ നിന്ന് കുഞ്ഞുങ്ങൾക്ക് രക്ഷ വേണം. എന്നാൽ മുറിവേറ്റ ഒരു ജനത കൂടുതൽ മുറിപ്പെടുന്നു എന്നതല്ലാതെ മറ്റത്ഭുതങ്ങളൊന്നും അവിടെ സംഭവിക്കുന്നില്ല.